ഈ വിവാഹം എൻ്റെ തീരുമാനമായിരുന്നു. എൻ്റെ മോൾക്ക് ഏറ്റവും മികച്ചതെന്ന് കരുതിയാ ഞാൻ ഈ വിവാഹം നടത്തിയത്. അത് പക്ഷേ അവളോട് ഞാൻ ചെയ്ത തെറ്റായി പോയെന്ന് എൻ്റെ മനസ്സിനൊരു സമാധാനവുമില്ല. ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും ഹരി ഈ പല്ലവി തന്നെ ആവർത്തിക്കല്ലേ. പെൺമക്കളോട് സ്നേഹമുള്ള ഏതൊരു അച്ഛനും ചെയ്യുന്നതേ ഹരിയും ചെയ്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം മീരമോളുടെ വിധിയാ. സമയദോഷം എല്ലാവർക്കും ഉണ്ടാവും ഹരി, അത് മാറുകയും ചെയ്യും. അങ്ങനെ അങ്ങ് സമാധാനിക്കേ. പിന്നെ മീരയ്ക്കും ആദർശിന് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും അതൊക്കെ ചെയ്യാൻ നമ്മളിവിടെ ഇല്ലേ? മനസ്സിന് ഒരു സമാധാനവും തോന്നിയില്ല. അതാ മനോജിനെ കാണണമെന്ന് പറഞ്ഞത്. എനിക്ക് മനസ്സിലാവും ഹരി, നമുക്ക് പ്രാർത്ഥിക്കാം, എല്ലാം ശരിയാവും. വാ, ഇരിക്കെ. മീരയുടെ വീട്ടിൽ പോയിട്ട് നിങ്ങൾ ഇത്ര വേഗം തിരിച്ചെത്തിയോ? അവിടെ എല്ലാവർക്കും സുഖമല്ലേ? അതെ ആന്റി. കമ്പനി പിരിഞ്ഞ കാര്യമൊക്കെ മീരയുടെ വീട്ടിൽ നമ്മൾ അറിയിക്കേണ്ടതല്ലേ? അതാ ഞങ്ങൾ പോയി നേരിട്ട് അവരെ കണ്ട് പറഞ്ഞിട്ട് വരാമെന്ന് തീരുമാനിച്ചു പോയത്. അതേതായാലും നന്നായി. കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോ ഹരിക്കൊക്കെ വിഷമായി കാണുമല്ലേ? സംഭവിച്ചതെല്ലാം നല്ലതിനു വേണ്ടി തന്നെയാണെന്നാ ഞാൻ കരുതുന്നത്. ഞാനും അങ്ങനെ തന്നെ ആന്റി കരുതുന്നത്. ഈശ്വരന് നമ്മുടെ കാര്യത്തിൽ പല പ്ലാനുകളും ഉണ്ടാവും. അതിനെക്കുറിച്ചൊന്നും നമുക്കറിയില്ലല്ലോ. മന്ദര കൈകേയിയോട് ഭരതനെ രാജാവാക്കാൻ ആവശ്യം ഉന്നയിക്കണമെന്ന് പറഞ്ഞു കൊടുത്തില്ലായിരുന്നെങ്കിൽ രാവണവധം സംഭവിക്കില്ലായിരുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങൾക്കും ഈശ്വരൻ സൃഷ്ടിക്കുന്ന കാരണങ്ങൾ ഉണ്ടാകും. ആന്റി, നമ്മളൊരു തീരുമാനം നമ്മുടേതായ ഒരു ബുദ്ധിയും അറിവും ചിന്തയൊക്കെ വെച്ച് കണക്കൂട്ടിയെടുത്തിട്ട് അത് നല്ലതിനു വേണ്ടി എടുത്താണെന്ന് സമാധാനിക്കാൻ ഈശ്വരനെ കൂട്ടുപിടിക്കുന്നതിൽ വലിയ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അഭിയുടെ ഓരോ വാശിക്കും അമ്മ കൂട്ടുനിന്നിട്ടാ ഇപ്പൊ ഇതൊക്കെ സംഭവിച്ചത്. കമ്പനി രണ്ടായതുകൊണ്ട് എല്ലാവർക്കും നഷ്ടങ്ങളല്ലാതെ ലാഭമൊന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് നമുക്കിപ്പൊ പറയാൻ സാധിക്കില്ല ആദർശേ. കമ്പനി രണ്ടായെന്ന് വെച്ച് അത് നശിക്കുകയല്ലോ, വീണ്ടും വളരുകയല്ലേ ചെയ്യുക. ആദർശിനെ ഏൽപ്പിച്ച കമ്പനിയുടെ കാര്യത്തിൽ ഞങ്ങൾക്കാർക്കും ഒരു പേടിയോ സംശയമോ ഇല്ല. അത് ഭംഗിയായി തന്നെ നോക്കാനും ദേവ ബിൽഡേഴ്സിനേക്കാൾ വലിയൊരു കമ്പനിയാക്കി മാറ്റാനും നിങ്ങൾക്ക് രണ്ടുപേർക്കും സാധിക്കും. നീ ഇവിടെ ഇല്ലാതിരുന്ന സമയത്ത് കമ്പനിയിലുണ്ടായ പ്രതിസന്ധികളെല്ലാം തരണം ചെയ്ത് പിടിച്ചു നിർത്തിയത് മീരയാ. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ചെയ്യുന്ന ബിസിനസ്സിൽ ഒരു പരാജയ സാധ്യതയും ഉണ്ടാവില്ല. അപ്പൊ അബിയുടെ കാര്യോ? അബിക്കൊരു പരാജയം സംഭവിച്ചാ അത് നമ്മളെല്ലാവരെയും ബാധിക്കുന്ന കാര്യമല്ലേ? ആ കാര്യത്തിൽ ഒരു ടെൻഷൻ എനിക്കും മാധവിക്കും ഉണ്ട്. അങ്ങനെ സംഭവിക്കാതെ നോക്കണം. അബിയുടെ കാര്യത്തിൽ അമ്മയുടെ ശ്രദ്ധ ഉണ്ടാവണമെന്ന് ആന്റി അമ്മയോടൊന്ന് പറയണം. ഞാനങ്ങനെ പറഞ്ഞതുകൊണ്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇനി കമ്പനിയിലെ കാര്യങ്ങളിൽ ഇടപെടില്ലെന്ന് മാധവി എല്ലാവരുടെ മുൻപിൽ വെച്ച് പറഞ്ഞതല്ലേ? എന്നാലും അഭിചേച്ചിക്ക് ഒരു വഴികാട്ടിയായി നിൽക്കാൻ അമ്മയ്ക്ക് കഴിയുമല്ലോ ആന്റി. അല്ല, ചിലപ്പോ അതിന്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ലായിരിക്കും. അഭിചേച്ചി ഇതെല്ലാം വാശി പിടിച്ച് നേടിയെടുത്തതുകൊണ്ട് കമ്പനിയിലെ കാര്യങ്ങളൊക്കെ കഷ്ടപ്പെട്ട് പെട്ടെന്ന് തന്നെ പഠിച്ചെടുത്ത് വേണ്ട രീതിയിൽ എല്ലാം ചെയ്ത് മുന്നോട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു കാര്യം ചെയ്യണം എന്നുള്ള ആഗ്രഹവും വാശിയൊക്കെ മനസ്സിലുറച്ചാ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യാൻ നമ്മൾ തയ്യാറാവും. അതിന്റെ റിസൾട്ട് ഒരിക്കലും മോശമാവാനുള്ള സാധ്യതയില്ല. മീര പറയുന്നതും ശരിയാ, അങ്ങനെയും സംഭവിച്ചേക്കാം. അഭിയുടെ കാര്യത്തിൽ അങ്ങനെ ഒരു ഹാർഡ് വർക്ക് ഒന്നും ഉണ്ടാവാൻ ഒരു സാധ്യതയില്ല. മീരമോള് പറഞ്ഞതുപോലെ ഒരാൾക്ക് ആഗ്രഹവും വാശിയും ഉണ്ടായാൽ ഇച്ഛാശക്തി കൂടും. മനുഷ്യന് പലതും നേടാനാവുന്നത് ആ ഇച്ഛാശക്തി കൊണ്ടാ. അത് നൽകുന്ന ഊർജമാണ് നമ്മൾ ഈ കാണുന്ന ലോകത്തിലെ മാറ്റങ്ങൾക്ക് കാരണമാകുന്നത്. അതുകൊണ്ട് അഭിക്ക് മാറ്റം ഉണ്ടാവില്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല.
നിങ്ങളുടെ കമ്പനിയും അബിയുടെ കമ്പനിയും ഒരുപോലെ ഗംഭീരമായാൽ ഈ സംഭവിച്ചതെല്ലാം വളരെ നല്ല കാര്യമാണെന്ന് നമ്മൾ പറയില്ലേ? അങ്ങനെ ചോദിച്ചാൽ ഉറപ്പായിട്ടും നമ്മൾ അങ്ങനെ പറയും. അങ്ങനെ സംഭവിക്കട്ടെ. മാധവി എടുത്ത ഒരു തീരുമാനം കൊണ്ട് നല്ലതേ സംഭവിക്കാവൂ. നിങ്ങളുടെ നന്മയെ കരുതിയാ മാധവി ഇതെല്ലാം ചെയ്തത്. സ്വത്തിന്റെയും പണത്തിന്റെയും അധികാരത്തിന്റെയും പേരിലുണ്ടാവുന്ന മത്സരവും ദേഷ്യവുമെല്ലാം കുലം മുടിപ്പിക്കുമെന്ന് പുരാണങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ലേ? അതൊഴിവാക്കാൻ നമുക്ക് കഴിയുന്നതെല്ലാം ചെയ്യണം. എനിക്ക് ആരോടും ദേഷ്യമോ മത്സരമോ ഒന്നുമില്ല ആൻറ്റി. അതുകൊണ്ടാ അമ്മ പറഞ്ഞ എല്ലാത്തിനും ഞാൻ സമ്മതമെന്ന് പറഞ്ഞത്. പിന്നെ അബിയുടെ ഒപ്പം ഇനിയും താമസിച്ച പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യത ഉള്ളതുകൊണ്ടാ മാറി താമസിക്കണമെന്ന് ഞാൻ പറഞ്ഞത്. പക്ഷേ മീരയടക്കം ആരും അത് സമ്മതിച്ചില്ല. അങ്ങനെ ചെയ്യരുതെന്ന് അമ്മയും പറഞ്ഞില്ല ആദർശേട്ടാ. കുടുംബം പിരിയാതിരിക്കാനല്ലേ അമ്മ കമ്പനി വീതം വെച്ചത്. മാധവിയുടെ മനസ്സ് എനിക്ക് മനസ്സിലാവും. നിങ്ങൾ ഇപ്പം മാറി താമസിച്ചാൽ ഇനി ഒരിക്കലും അടുക്കാനാവാത്ത വിധം ഒരുപക്ഷെ അകന്നു പോകും. ഒരുമിച്ച് താമസിച്ചാലും മനസ്സുകൊണ്ട് അകലങ്ങളിലായാൽ അതിനർത്ഥമില്ല ആൻറ്റി. അഭിയുടെ ദേഷ്യവും വാശിയും ഞങ്ങൾക്കിടയിൽ വൻമതിലുകൾ തീർത്തിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പാ. അതിനൊക്കെ മാറ്റം ഉണ്ടാകും. ഈശ്വരൻ അങ്ങനെയൊന്നും നമ്മളെ ഉപേക്ഷിക്കില്ല. ഈ കുടുംബത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാവാൻ സമയമായിട്ടുണ്ടാവും. അതാ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. എന്നാ നിങ്ങൾ ചെല്ല്. യാത്രയൊക്കെ കഴിഞ്ഞു വന്നതല്ലേ. ആദർശിന്റെ വീട്ടിലെ പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്ക് ആദ്യമേ മനസ്സിലായി. പക്ഷേ ഇത്ര രൂക്ഷമാണെന്ന് കരുതിയില്ല. ചെറിയ ചില പ്രശ്നങ്ങൾ തുടക്കം മുതലേ ഉണ്ടായിരുന്നല്ലോ. അത് സാധാരണ വീടുകളിലൊക്കെ ഉള്ളതുപോലെയാണെന്നാ ഞാൻ കരുതിയത്. പാവം മീരമോള്, അവൾ ഇതൊക്കെ എങ്ങനെ സഹിക്കുന്നെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. അതെ അമ്മേ, മീരയെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് നല്ല സങ്കടമുണ്ട്. ഹരി സംസാരിച്ചപ്പോൾ ഹരിയോടൊന്നും പേടിക്കണ്ടെന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചെങ്കിലും ഇതൊരു നിസ്സാര പ്രശ്നമായിട്ട് തള്ളിക്കളയാൻ പറ്റില്ല. എല്ലാത്തിനും കാരണം ആ ബീനെ. മീരെ അങ്ങോട്ട് വിവാഹം കഴിച്ച് വിട്ടെന്ന് കരുതി അവളെന്തിനാ മകനെ കൂടി അങ്ങോട്ട് അയച്ചത്? സൂരജിനെ അവിടെ ജോലിക്ക് എടുക്കുന്നതിൽ അവർക്ക് ആർക്കും ഇഷ്ടമല്ലെന്ന് അവരുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് തോന്നിയതാ. ധന്യ അന്ന് അവിടെ വെച്ച് ബീനെയും സൂരജിനെയും മോശം പറഞ്ഞപ്പോ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഇത് മീരമോൾക്ക് ദോഷം ചെയ്യൂന്ന്. അതിന് ഞാൻ സൂരജിനെ കുറ്റം പറഞ്ഞതുകൊണ്ടാണോ മീരയുടെ വീട്ടിലെ പ്രശ്നങ്ങൾ ഉണ്ടായത്? ഇതുകൊള്ളാലോ. ഇനി ഇതിന്റെയൊക്കെ കുറ്റം കൂടി എന്റെ തലയിലേക്ക് വെച്ചോ. അല്ലെങ്കിൽ ധന്യ എന്തിനാ അവിടെ ചെന്ന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിച്ചത്? ഇവിടെ നിന്ന് പോയപ്പോഴേ ഞാൻ പറഞ്ഞതാ ഇങ്ങനെയൊന്നും സംസാരിക്കരുതെന്ന്. ഞാൻ തെറ്റായി ഒന്നും പറഞ്ഞില്ല. ആ ബീനയുടെ സൂരജിന്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് മുഴുവൻ സത്യമാണ്. നിങ്ങളെല്ലാരും പരസ്പരം വാശി തീർക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് മീരയാ. മീരമോൾക്കുണ്ടായ സങ്കടങ്ങളെല്ലാം ഈ വിവാഹത്തോടെ മാറി നല്ലൊരു കുടുംബജീവിതം കിട്ടുമെന്ന് ഞാനും ഹരിയെപ്പോലെ ആശിച്ചിരുന്നു. വിവാഹം കഴിഞ്ഞതു മുതൽ ഓരോ പ്രശ്നങ്ങൾ അവളെ വേട്ടയാടിക്കൊണ്ടിരിക്കുക. അതെ, ആദർശിന്റെ പ്രശ്നത്തിൽ തന്നെ മോള് നല്ലതുപോലെ വിഷമിച്ചു. നമ്മുടെയൊക്കെ പ്രാർത്ഥന പോലെ ആ പ്രശ്നങ്ങളെല്ലാം മാറി അവള് വീണ്ടും സന്തോഷത്തോടെ ജീവിച്ചു തുടങ്ങിയപ്പോ ദേ അടുത്ത പ്രശ്നം. സത്യത്തിൽ ഇതിനൊക്കെ ആദർശിന്റെ അമ്മയെ പറഞ്ഞാ മതി. അവരെന്തിനാ വിവാഹം കഴിച്ചുവിട്ട മകളെ വീണ്ടും പിടിച്ച് ആ വീട്ടിൽ താമസിപ്പിച്ചിരിക്കുന്നത്? ആ പെണ്ണാണെങ്കി ഒരു അസൂയ കാതല. ആദ്യ കാഴ്ചയിൽ തന്നെ എനിക്കത് മനസ്സിലായതാ. അത് മാത്രമല്ല, ആദർശില്ലാത്ത സമയത്ത് അവരെല്ലാം കൂടി മീരി അവിടെ നിന്ന് പറഞ്ഞു വിട്ടതല്ലേ. എന്നിട്ട് അവര് വിളിച്ചപ്പോ വെറുതെ അങ്ങ് തിരിച്ചയക്കരുതായിരുന്നു. അങ്ങനെ വിളിച്ചപ്പോ നഷ്ടമായതേ മീരയുടെ വിലയാ. അതിനന്ന് മീരയെ തിരിച്ചയച്ചത് ആദർശം വന്ന് വിളിച്ചപ്പോഴല്ലേ? അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ആദർശ് വെറുതെ വന്ന് വിളിച്ചപ്പോ പറഞ്ഞു വിടുന്നതിന് പകരം ആ മാധവി ചേച്ചി മകളും വന്ന് മാപ്പ് പറയണമെന്ന് പറയണമായിരുന്നു. അതെങ്ങനാ ധന്യേ? മീര താമസിക്കേണ്ടത് ആ വീട്ടിൽ തന്നെയല്ലേ, പിന്നെങ്ങനെ അവരെ പിണക്കുന്നേ?
അല്ലെങ്കിൽ തന്നെ നീ അന്ന് പറഞ്ഞത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. ഇപ്പൊ ഒരു പ്രശ്നം ഉണ്ടായപ്പോ മാറ്റി പറയുന്നു. എന്തൊക്കെയായാലും കമ്പനി അഭിരാമിക്ക് വിട്ടുകൊടുക്കരുതെന്ന് ആദർശിനോട് പറയണം. കമ്പനി ആദർശിനും മീരയ്ക്കും അവകാശപ്പെട്ടതല്ലേ? അത് നമ്മൾ എങ്ങനെ പറയും? അവരുടെ കുടുംബകാര്യങ്ങളിൽ തീരുമാനം എടുക്കേണ്ടത് അവര് തന്നെയല്ലേ? സ്വത്തും പണമൊന്നും ഇല്ലെങ്കിൽ സാരമില്ല. എന്റെ മോൾക്ക് മനസമാധാനം ഉണ്ടായാൽ മതി. അമ്മ പേടിക്കാതെ, ആദർശം മീരയോടൊപ്പം തന്നെ ഉണ്ട്. പിന്നെ അഭിരാമി വാശി പിടിച്ച് കമ്പനി സ്വന്തമാക്കിയാലും പേടിക്കാനൊന്നുമില്ല. ആ കമ്പനി അവരെ സംബന്ധിച്ചിടത്തോളം കടലിലെ ഒരു പാത്രം വെള്ളം മാത്രമാണ്. അതൊക്കെ ശരിയായിരിക്കും. പക്ഷെ കമ്പനി വിട്ടുകൊടുക്കുന്നതോടെ അഭിരാമിക്ക് മുന്നിൽ തോറ്റു കൊടുക്കുന്ന പോലെ ആയില്ലേ? കൂടപ്പറപ്പുകൾക്കിടയിൽ എന്തിനാ മത്സരം? ഒരാള് തോറ്റുകൊടുത്താൽ വലിയ പ്രശ്നങ്ങൾ ഒഴിവാകുമെങ്കിൽ ആ തോൽവി തന്നെയാണ് യഥാർത്ഥ വിജയം. ഇതൊക്കെ വെറുതെ പറയാൻ കൊള്ളാം. ജീവിതത്തില് തോൽവി തോൽവി തന്നെ. ഏതായാലും മീരയും ഹരി നല്ല സങ്കടത്തിലാ. ഹരിയെ പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ പോലും സാധിക്കുമായിരുന്നില്ല. ഇത്രയും തകർന്ന അവസ്ഥയിൽ ഹരിയെ ഞാൻ കണ്ടിട്ടേ ഇല്ല. പാവം, ഹരി ജീവിച്ചത് മോക്കു വേണ്ടിയല്ലേ? അതിനിടയിൽ നമ്മളൊക്കെ നിർബന്ധിച്ചുകൊണ്ട് മീനിയുമായിട്ട് വിവാഹം കഴിച്ചു എന്നല്ലേ ഉള്ളൂ. ആ വിവാഹം മാത്രം ഹരിയുടെ ജീവിതത്തിൽ പറ്റിയ ഏറ്റവും വലിയ അബദ്ധം. ഒരു തരത്തിൽ പറഞ്ഞ എല്ലാത്തിനും ഞാനാ ഉത്തരവാദി. ഞാനല്ലേ ഹരിയുടെ ജീവിതത്തിലേക്ക് ബീനെ പോലെ ഒരുത്തിയെ കൊണ്ടുവന്ന് എത്തിച്ചത്. എന്റെ ധന്യം, ഇത് പലതവണ നീ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ലേ? ഈ സംസാരം നമുക്കിവിടെ നിർത്താം. നമ്മുടെ വിഷയം മീരമോള് മാത്രമാണ്. പ്രശ്നങ്ങളെല്ലാം മാറി മോളുടെ ജീവിതം സന്തോഷമാകാൻ വേണ്ടി നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. അതല്ലേ നമ്മളെ കൊണ്ട് സാധിക്കൂ. അതെ അമ്മേ. എന്റെ ഭഗവാനെ, എന്റെ കുഞ്ഞിന് സമാധാനവും സന്തോഷവും കൊടുക്കണേ. ഈശ്വര, ഗുരുവായൂരപ്പ. ദേവാ ബിൽഡേഴ്സിൽ നിനക്ക് ജോലി കിട്ടിയപ്പോ എന്റെ മനസ്സിൽ ഒരുപാട് പ്ലാനുകൾ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ പെട്ടെന്ന് നഷ്ടമായി. ഞാൻ ചെന്ന് കയറിയതോടെയാ ആദർശേട്ടൻ ഈ അവസ്ഥ വന്നത്. ഒരു തരത്തിൽ പറഞ്ഞ എല്ലാത്തിനും കാരണം ഞാനാ. എന്നെ ആദർശേട്ടൻ അവിടെ ജോലിക്ക് കയറ്റിയതാ അഭിരാമിക്ക് ദേഷ്യം ഉണ്ടാക്കിയത്. നീ അങ്ങനൊന്നും ചിന്തിക്കണ്ട. നീ കാരണമൊന്നും അല്ല. അല്ലെങ്കിലും ആ അഭിരാമി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തേനെ. എന്നാലും എനിക്കെന്തോ വിഷമം പോലെ. നിനക്കിതെന്താ? ഞാൻ ഇതിനെ ഒരു പോസിറ്റീവ് സൈനായിട്ടാ കാണുന്നത്. അമ്മ എന്താ ഈ പറയുന്നത്? ചെറുക്ക, ആദർശ് ഇപ്പൊ പുതിയ കമ്പനി തുടങ്ങും. നീ ആദർശിനൊപ്പം നിന്നാ നിനക്കവിടെ നല്ലൊരു പൊസിഷൻ തന്നെ ആദർശ് തരും. അത് ഉറപ്പാ. അത് ശരിയാ. ആദർശേട്ടൻ എന്നെ ഒരിക്കലും മാറ്റി നിർത്തില്ല. പിന്നെന്താ കുഴപ്പം? ആദർശിന്റെ കഴിവ് കൊണ്ട് മാത്രമാ ദേവാ ബിൽഡേഴ്സ് ഇത്രയും പ്രശസ്തമായത്. ആ കഴിവും കോൺഫിഡൻസും ആദർശിന് ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ സ്ഥാപനവും അതിലും നല്ല രീതിയിൽ വരും. അത് നിനക്കും പ്രയോജനപ്പെടും. മനസ്സിലായോ? നിനക്ക് ആ സ്ഥാപനത്തിൽ കിട്ടുന്ന സ്ഥാനം വെച്ച് വേണം അതിലും വലിയൊരു കമ്പനി സ്വന്തമായുള്ളൊരു പെണ്ണിനെ കണ്ടെത്തി വിവാഹം കഴിപ്പിക്കാൻ. അതൊന്നും നടക്കില്ലമ്മേ. അതെന്താടാ നടക്കാത്തത്? നിനക്കെന്താ ഒരു കുറവ്? ജോലി കൂടി സ്ഥിരമായാൽ നിന്റെ വിവാഹം ആർഭാടമായിട്ട് തന്നെ ഞാൻ നടത്തും. വിവാഹം കഴിക്കേണ്ടത് സ്വത്തും പണവും നോക്കിയല്ലമ്മേ, പെൺകുട്ടിയെ നോക്കിയ. എന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ ഇഷ്ടപ്പെടുന്ന, എന്നോടൊപ്പം പൊരുത്തപ്പെട്ട് ജീവിക്കുന്ന ഒരു പെൺകുട്ടിയാ എനിക്ക് വേണ്ടത്. അല്ലാതെ സ്വത്തും പണവും നോക്കിയല്ല ഞാൻ വിവാഹം കഴിക്കുന്നത്. അതൊക്കെ ഞാൻ തീരുമാനിക്കേണ്ട വിഷയങ്ങളല്ലേ? അതെങ്ങനെ ശരിയാവൂ അമ്മേ? വിവാഹം കഴിച്ച് ജീവിക്കേണ്ടത് ഞാനല്ലേ? അപ്പോൾ പിന്നെ എൻ്റെ ഇഷ്ടത്തിനും താല്പര്യത്തിനും അല്ലേ പ്രാധാന്യം? സ്വത്തും കുടുംബമഹിമയും നോക്കിയിട്ടല്ലേ നമ്മൾ മീരയെ വിവാഹം കഴിപ്പിച്ചത്. എന്നിട്ട് എന്തായി? ആ സ്വത്ത് തന്നെയല്ലേ മീരയ്ക്ക് തിരിച്ചടിയായത്. എന്തോ ഭാഗ്യത്തിന് ആദർശേട്ടൻ നല്ല ആളായതുകൊണ്ട് മീരയുടെ ഭാവി രക്ഷപ്പെട്ടു. ആദർശേട്ടൻ കൂടി അഭിരാമിയെ പോലെ ആയിരുന്നെങ്കിൽ എന്താവുമായിരുന്നു മീരയുടെ ജീവിതം? അതുപോലെ അല്ലല്ലോ നിന്റെ കാര്യം. നീ വിവാഹം കഴിച്ച് ഇങ്ങോട്ടല്ലേ കൊണ്ടുവരേണ്ടത്, അല്ലാതെ അവരുടെ വീട്ടിലേക്ക് പോയി നിൽക്കുകയല്ലോ. അതുകൊണ്ട് വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. എന്നാലും അത്തരം സ്വപ്നങ്ങളൊക്കെ അമ്മ മാറ്റിവെച്ചേക്ക്. ഞാൻ വിവാഹം കഴിക്കുന്ന പെൺകുട്ടിയെക്കുറിച്ച് എൻ്റെ മനസ്സിൽ വ്യക്തമായ ധാരണകളുണ്ട്. അതിന്റെ ആവശ്യമില്ല സൂരജേ.
ഇതുവരെ നിനക്ക് വേണ്ടി എല്ലാം സെലക്ട് ചെയ്തത് ഞാനാ. അതെല്ലാം നിന്റെ നല്ലതിന് വേണ്ടി മാത്രമായിരുന്നു. ഇനിയും അത് അങ്ങനെ വരൂ. അതുകൊണ്ട് എന്റെ മോൻ അധികം സങ്കല്പങ്ങളൊന്നും മനസ്സിൽ കൊണ്ട് നടക്കണ്ട. പിന്നെ നിന്റെ വിവാഹം എന്റെ സ്വപ്നോ. അതിനെക്കുറിച്ച് എനിക്ക് ഒരുപാട് സങ്കല്പങ്ങളുണ്ട്. അതുകൊണ്ട് അത് എന്റെ ആഗ്രഹം പോലെ എന്റെ ഇഷ്ടത്തിന് നടക്കണം. അല്ലാതെ നിന്റെ സ്വന്തം ഇഷ്ടത്തിന് നീ എന്തെങ്കിലും കാണിച്ചു കൂട്ടിയാ പിന്നെ നിനക്ക് അമ്മയുണ്ടാവില്ല. അമ്മ എന്തൊക്കെയാ ഈ പറയുന്നത്? ഞാൻ പറയുന്ന സത്യം തന്നെയാ. ആരെന്ത് ചെയ്താലും ഞാൻ സഹിക്കും. പക്ഷേ എന്റെ മോൻ എന്നെ തോൽപ്പിച്ചാലേ അതീ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റില്ല. ആ ഒരു ഓർമ്മ നിന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. നീ എന്താ ഒന്നും മിണ്ടാത്തത്? നീ എന്നെ ചതിക്കൂ? അമ്മ ഒന്ന് നിർത്ത്. വെറുതെ എന്തിനാ ഒരു ബന്ധമില്ലാത്ത കാര്യം ഇപ്പോഴേ പറയുന്നത്? ഇപ്പം ചിന്തിക്കേണ്ടത് എന്റെ ജോലിയെക്കുറിച്ചാ. ആദർശേട്ടന് തടസ്സങ്ങളൊന്നും ഇല്ലാതെ കമ്പനി നടത്താനും അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണമെന്നും പ്രാർത്ഥിക്കേ. ബാക്കിയൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം. അതിന് നീ തുടക്കം മുതൽ ആദർശിന്റെ കൂടെ തന്നെ നിൽക്കണം. നീ ഇല്ലെങ്കിൽ ഒരു കാര്യവും നടക്കില്ല എന്ന ചിന്ത ആദർശിനുണ്ടാവണം. അതാ നിന്റെ വിജയം. അതമ്മ പേടിക്കണ്ട. ഞാൻ എല്ലാത്തിനും ആദർശേട്ടന്റെ ഒപ്പം തന്നെ ഉണ്ടാവും. അതൊരിക്കലും എനിക്ക് ജോലി കിട്ടാൻ വേണ്ടിയിട്ടല്ല, ആദർശേട്ടനും മീരയ്ക്കും നല്ലൊരു ജീവിതം ഉണ്ടാവാൻ. എന്നെ സഹായിക്കാൻ മനസ്സ് കാണിച്ചതിന്റെ പേരിൽ ആദർശേട്ടന് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കിട്ടണം. വാശി കാണിച്ച് ദേവാ ബിൽഡേഴ്സ് എന്ന ടൈറ്റിൽ പിടിച്ചു വാങ്ങിച്ചത് മണ്ടത്തരമായി പോയിന്ന് ആ അഭിരാമിക്ക് തോന്നണം. എന്റെ സൂരജയെ, അതല്ല നിന്റെ ലക്ഷ്യം. നീ ആദ്യം നിന്റെ ഭാവി സുരക്ഷിതമാക്ക്. എന്നിട്ട് മതി ബാക്കിയുള്ളവരെ നന്നാക്കുന്നത്. എനിക്കറിയാം എന്താ വേണ്ടതെന്ന്. എന്റെ കാര്യോർത്ത് അമ്മ പേടിക്കണ്ട. അഭിചേച്ചിക്ക് എല്ലാം കൊടുത്ത സ്ഥിതിക്ക് ഇനി കുഴപ്പമൊന്നും ഉണ്ടാവില്ലെന്നാ തോന്നുന്നേ. നോക്കാം. ചൊട്ടയിലെ ശീലം ചുടല വരെ എന്നൊരു ചൊല്ലുണ്ട്. മനുഷ്യന്റെ സ്വഭാവങ്ങളും ശീലങ്ങളും മാറാൻ സ്വല്പം ബുദ്ധിമുട്ടാണ്. അങ്ങനൊന്നും പറയല്ലേ മോന്തേട്ടാ. ഇനി അഭിചേച്ചി കുഴപ്പമൊന്നും ഉണ്ടാവില്ലെന്നുള്ള പ്രതീക്ഷയില്ല ഞാനിരിക്കുന്നത്. ആദർശേട്ടൻ ഇതിനെല്ലാം ഞാൻ സമ്മതിപ്പിച്ചതും അങ്ങനെ പറഞ്ഞിട്ടാ. ആദർശേട്ടൻ പുതിയ കമ്പനി തുടങ്ങുന്നതിന്റെ തിരക്കില്ല. ഉടനെ രജിസ്ട്രേഷൻ നടത്തണമെന്നാ പറഞ്ഞത്. പുതിയ കമ്പനിക്ക് പേരിട്ടോ? അറിയില്ല, അതിനെക്കുറിച്ചൊന്നും ആദർശേട്ടൻ പറഞ്ഞില്ല. നമ്മുടെ കയ്യിൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്നൊരു പ്രോപ്പർട്ടിയിലാ ഓഫീസ് തുടങ്ങുന്നത്. രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് ഓഫീസിന്റെ ഇന്റീരിയർ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യാന്നാ പറഞ്ഞിരിക്കുന്നത്. എന്താ മോന്തേട്ടാ? ആദർശിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പേരാവും ആദർശ് കമ്പനിക്ക് ഇടുന്നത്. അത് ചിലപ്പോ തന്റെ പേരാവാനും സാധ്യതയുണ്ട്. അതുകൊണ്ടാ പേരിന്റെ കാര്യം ആരോടും പറയാതെ സർപ്രൈസ് ആക്കി വച്ചിരിക്കുന്നത്. എന്റെ പേരൊന്നും ഇടില്ല. അല്ലെങ്കിൽ തന്നെ അതെങ്ങനെ ഒരു കമ്പനിക്ക് ചേരും? വെറുതെ കളിയാക്കല്ലേ മോന്തേട്ടാ. ഞാൻ കളിയാക്കിയതൊന്നുമല്ല, ആലോചിച്ച് ഉറപ്പായതുകൊണ്ട് പറഞ്ഞതാ. ആദർശ് മീരയെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മറന്ന് ഒരു കാര്യം ആദർശ് ചെയ്യില്ല. അതാ ഞാൻ അങ്ങനെ പറഞ്ഞത്. ആദർശേട്ടന് ഇന്റർനാഷണൽ എക്സ്പോഷർ ഒക്കെ ഉള്ളതാ. ഒരു കമ്പനിക്ക് എങ്ങനെ നല്ല പേര് സെലക്ട് ചെയ്യണമെന്നൊക്കെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് എന്തായാലും എന്റെ പേരിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്ത് പേരിലായാലും കമ്പനി വിജയിക്കുന്നതിലല്ലേ പ്രാധാന്യം? അതെ, അതിന് തന്നെയാ പ്രാധാന്യം. അപ്പൊ പിന്നെ മീരയുടെ പേരിട്ടാലും താൻ അതിനെ എതിർക്കാനോ തിരുത്താനോ ശ്രമിക്കണ്ട. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ശരി, ഞാൻ എതിർക്കില്ല. അഭിരാമിയും ഭർത്താവും അവരുടെ കമ്പനിയുടെ ഭരണം ഏറ്റെടുത്തോ? എടുത്തിട്ടുണ്ടാവും. അതിനെക്കുറിച്ചൊന്നും ആരും പറഞ്ഞില്ല. വീട്ടിലുള്ളവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ കുറയുന്നത് അത്ര നല്ല സൂചനയല്ല. അത് ശ്രദ്ധിക്കണം. ഇപ്പം നടന്ന വീതം വയ്ക്കലിന്റെ ഹാങ് ഓവർ കുറച്ചു ദിവസം ഉണ്ടാവും. അത് കഴിയുമ്പോൾ എല്ലാം പഴയതുപോലെ ആവുന്നതാണ് നല്ലത്. എനിക്കറിയില്ല അവിടെ എന്തൊക്കെയാ നടക്കുന്നതെന്ന്. വഴക്കുകൾ ഇല്ലാതിരിക്കണമെന്ന ആഗ്രഹം മാത്രമേ ഇപ്പൊ ബാക്കിയുള്ളൂ. ഞാൻ അഭിചേച്ചിയോട് മിണ്ടാനോ എന്തെങ്കിലും പറയാനോ ചെന്നാ എന്നെ ആട്ടി ഓടിച്ച് വിടാനേ സാധ്യതയുള്ളൂ. എനിക്ക് മനസ്സിലായി. തൽക്കാലം മീര ഒന്നിനും ചെല്ലണ്ട. എന്താ ഇനി നടക്കുക എന്ന്
നമുക്ക് കാത്തിരുന്ന് കാണാലോ. ഉം? ഹലോ, ആ അതെ, ഞാൻ പറഞ്ഞ പേര് കിട്ടുമല്ലോ അല്ലേ? ആണോ? ഓക്കെ, രജിസ്റ്റർ ചെയ്തോ? ശരി, അക്കൗണ്ട് ഓപ്പണിങ്ങിന് പേപ്പേഴ്സ് എല്ലാം ശരിയാക്കിയിട്ട് പറഞ്ഞാൽ മതി. ഞാനും മീരയും ഒന്ന് സൈൻ ചെയ്തോളാം. ശരി, അങ്ങനെ ആവും. ശരി, ഓക്കെ, താങ്ക് യു. ഏതായാലും ഐശ്വര്യമായിട്ട് അമ്പലത്തിൽ പോയി വന്നത് കൃത്യസമയത്താ. തന്നോട് പറയാനൊരു സന്തോഷ വാർത്തയുണ്ട്. ആണോ? എന്നാ പറയൂ, കേക്കട്ടെ. ഞാൻ എന്താ പറയാൻ പോകുന്നെന്ന് മീരയ്ക്കൊന്ന് ഗസ് ചെയ്യാമോ? നമ്മുടെ പുതിയ കമ്പനിയുടെ കാര്യങ്ങളൊക്കെ ശരിയായിന്നാണോ? അതെ, കമ്പനിയുടെ പേര് രജിസ്റ്റർ ചെയ്തു. മീര ബിൽഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് നമ്മുടെ കമ്പനിയുടെ പേര്.